തങ്കപ്പ മുതലാളി പറഞ്ഞിട്ട് വന്നതാ? അതെ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞു. മോളിരിക്കും. അത് പിന്നെ വന്നപ്പോഴേ പറഞ്ഞുകൂടായിരുന്നു മുതലാളി പറഞ്ഞ വെച്ചാണെന്ന്. അതിനപ്പൂപ്പ സമ്മതിക്കണ്ടേ? അപ്പൂപ്പനാ? അതെ, എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. കണ്ട മുതുക്ക് കളവനാന്നേ പറയത്തുള്ളൂ. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. മോള് വന്ന കാര്യം പറ. ഞാനിവിടെ ഒളിച്ചു താമസിക്കാൻ വേണ്ടി വന്നു. ഒളിച്ചു താമസിക്കാൻ? അല്ല, ഞാനിവിടെ കുറച്ചു ദിവസം താമസിക്കാൻ വേണ്ടിട്ട് വന്നതാ. കുറച്ചു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും? അത് പ്രശ്നങ്ങൾ സോൾവ് ആവുന്നിട്ട് കാണും. പ്രശ്നം എന്തോന്ന് പ്രശ്നം? അത് കുറച്ച് പ്രശ്നം. അത് എന്താണെന്നേ അത് നിങ്ങളോട് പറയരുതെന്ന് നിന്റെ തങ്കപ്പൻ വാപ്പ പറഞ്ഞിട്ടുണ്ട്. തങ്കപ്പൻ വാപ്പയാ? അല്ല, മുതലാളി എന്തിനാ അങ്ങനെ വിളിക്കണം തങ്കപ്പൻ വാപ്പാന്ന്? അത് ഞാൻ കൊച്ചിലെ മുതലേ അങ്ങനെ തന്നെ വിളിച്ച് ശീലിച്ചോണ്ടേ അങ്ങനെ എന്റെ വായിൽ വരത്തുള്ളൂ. എന്ത് ചെയ്യാനാ? അതെ, അതൊക്കെ പോട്ടെ. എന്റെ റൂം എവിടെയാണ്? അതെ, ഇവിടെ ആപ്പാടെ 3 റൂമേ ഉള്ളൂ. അതിൽ 3ലും ആൾക്കാരുണ്ട് ഇവിടെ. കുഴപ്പമില്ല. മറ്റേ ക്യാമറയൊക്കെ ചെയ്യുന്ന കുട്ടിയില്ലേ? ക്യാമറ ചെയ്യണത് ചാരുമോള്. ആ കുട്ടിയുടെ റൂമിൽ കിടക്കാനാണ് തങ്കപ്പ വാപ്പ പറഞ്ഞിട്ടുള്ളത്. അല്ല, മോക്ക് അങ്ങനെ ചാരുമോളെ അറിയാം? അതൊക്കെ എനിക്കറിയാവുന്നതല്ലേ. ആ കുട്ടിയുടെ റൂമിൽ കിടക്കാനാ തങ്കപ്പ വാപ്പ പറഞ്ഞിട്ടുള്ളത്. മുതലാളി പറഞ്ഞെങ്കിൽ ശരി. മോളിലാണോ റൂം? എല്ലാണോ? അതെ മോളെ, ആ മുഖം ഒന്ന് കാണിക്കോ? അതെന്തിനാ നിങ്ങൾക്ക് കാണുന്നേ? അല്ല, എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ട്. എന്റെ റബ്ബേ, അതെന്തിനാ? അല്ല, മോളിവിടെ താമസിക്കയില്ലേ? അപ്പൊ ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ എന്ന രീതിയിൽ എനിക്ക് മോളെ തിരിച്ചറിയണ്ടേ, ആരാണെന്ന് അറിയണ്ടേ, അതിനാണ് പറഞ്ഞു ചോദിച്ചത്. കാര്യസ്ഥൻ ഒരാളുടെ മുഖം കാണണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഒരിടവും ഇല്ല. ഇല്ല. പിന്നെ എന്തിനാ എന്റെ മുഖം കാണുന്നത്? നിങ്ങൾ എന്റെ മുഖം കാണിക്കുന്നത് പ്രത്യേകം തങ്കപ്പൻ പാപ്പ പറഞ്ഞിട്ടുണ്ട്. മുതലാളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി. റൂം എവിടെ? ഭയങ്കര ചൂടല്ലേ ഇവിടെ. ആരാങ്ങളിത്? എന്റെ പേര് മുംതാസ് എന്നാ. അവിടെ താമസിക്കാനായിട്ട് വന്നതാ. അല്ല, ഇയാളുടെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ? എന്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കോ? ചിത്രചിത്തി പോലെ ഇരിക്കോ? അതെ, ഇത് നമ്മുടെ തങ്കപ്പ മുതലാളി പറഞ്ഞു വെച്ച കുട്ടിയാണ്. ഇനി മൊത്ത കഥ ആരെന്തോട് പറയാൻ പോവാ? എനിക്കിന്റെ റൂം കാണിച്ചല്ലേ. ഇത് നേരത്തെ പറഞ്ഞൂടെ? പറയാതെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക അവിടെ. എന്തി ആളുള്ളു. എന്റെ പൊന്നങ്കിളെ, ഒന്നാമത് ഇവിടെ താമസിക്കാൻ ഒത്തിരി പേരുണ്ട്. അതിന്റെ കൂടുതലിന് ഓരോന്നിനും കെട്ടി വലിച്ചോളൂ. എന്റെ പൊന്നു മോളെ, ഞാൻ എന്ത് ചെയ്യാൻ? മുതലാളി പറഞ്ഞേച്ചാല് മുതലാളി പറഞ്ഞേച്ചാ എനിക്കിവിടെ താമസിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും കൊള്ളാം.